കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ദർശനം രാവിലെ 2:30 മണി മുതൽ 3:30 വരെയാണ് ദർശനം ഉണ്ടാകുക. ആ സമയത്ത് കണക്കാക്കി എല്ലാ ഭക്തന്മാരും വരണം. വിഷുക്കണി എങ്ങനെയാണ് ഭഗവാന്റെ മുന്നിൽ ഒരുക്കുന്നത് എന്ന് വെച്ചാൽ, നല്ലൊരു ഓട്ടുരുളിയിൽ അത് പകുതിയോളം ഉണങ്ങലരി വെച്ചിട്ടുണ്ടാവും. ഉണങ്ങലരി കഴിഞ്ഞ് ഒരു നാളികേരം 2ആയി പകുത്ത് നെയ്യ് നിറച്ചൊഴിച്ച് വെച്ച് തിരി കത്തിക്കുന്നു. പിന്നെ ചക്ക, മാങ്ങ, വെള്ളരിക്ക, വാൽക്കണ്ണാടി, ഗ്രന്ഥം, സ്വർണം, വെള്ളി, അലക്കിയമുണ്ട് എന്നിവയെല്ലാം കൊന്നപ്പൂവും ഉണ്ടായിരിക്കും. എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആ തിരി കത്തിക്കുകയും ശ്രീ ഗുരുവായൂരപ്പനെ കാണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിവേലി തറമ്പ് ഇന്നലെ രാത്രി അലങ്കരിച്ചു വെച്ചിരുന്ന ആ സ്വർണ്ണസിംഹാസനത്തിൽ കൊണ്ടിരുത്തുകയും ആ സ്വർണ്ണസിംഹാസനത്തിൽ നെറ്റിപ്പട്ടം, വെൺചാമരം, ആലവട്ടം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ആ ശിവേലി തറമ്പ് വെച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ കണി കാണിക്കുന്നു. 2:30 മേൽശാന്തിയും കീഴ്ശാന്തിയും ശ്രീകോവിൽ നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ഭക്തജനങ്ങൾക്ക് കണി ദർശനത്തിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു. ഭക്തന്മാരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ സുഗമമായി ദർശിക്കുക. ആ നടന്ന് നീങ്ങും തോറും ഭഗവാനെ കണ്ട് ആ സോപാനപ്പടിയുടെ അടുത്തെത്തിയാൽ ചെറുതായിട്ടൊന്ന് ഇടത്തെ സൈഡിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് സിംഹാസനത്തിൽ അലങ്കരിച്ച് വെച്ച് വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അവിടെയും ദർശനം നടത്തണം. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പനെ വിഷുക്കണിയും ദർശനം നടത്തി എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം.